ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനോ ദീപക്സ്. ട്രിവാൻഡ്രത്തുള്ള മട്ടൺ പ്രേമികളുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആണ് ബാലരാമപുരത്തുള്ള ബിസ്മി ഹോട്ടൽ. ഏകദേശം 40 വർഷക്കാലമായിട്ട് ബാലരാമപുരം ജംഗ്ഷനിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഈ ഒരു ഹോട്ടൽ മട്ടണിന് ഭയങ്കര ഫേമസ് ആണ്. അവിടെ ചിക്കൻ മറ്റ് ഡിഷസ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും എല്ലാ ആൾക്കാരും മട്ടൺ കഴിക്കാനായിട്ടാണ് ആ ഒരു ഹോട്ടലിലോട്ട് പോകുന്നത്. ഞങ്ങളും ഇന്ന് ബിസ്മി ഹോട്ടലിലോട്ട് മട്ടൺ വിഭവങ്ങൾ കൂട്ടിയുള്ള ഒരു ഡിന്നർ കഴിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡൊമിനോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലരാമപുരം വിഴിഞ്ഞം റോഡിൽ പോലീസ് സ്റ്റേഷന്റെ നേരെ എതിർവശത്താണ് ഈ മട്ടണിന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള ബിസ്മി ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 40 വർഷമായിട്ട് ട്രിവാൻഡ്രത്തുള്ള മട്ടൺ പ്രേമികളുടെ ഒരു ഇഷ്ട താവളം തന്നെയാണ് ശരിക്കും ഈ ബിസ്മി ഹോട്ടൽ. ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല തിരക്കാണ് ഈ ഹോട്ടലിലുള്ളത്. ഇപ്പം എനിക്ക് നല്ല രീതിയിൽ അത് കാരണം ഈ ഹോട്ടൽ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാര്യം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അത് കാരണം കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നേരെ നമുക്ക് ഇവിടുത്തെ മട്ടൺ വിശേഷത്തിലേക്ക് കടക്കാം. ഇലയിലാണ് ഇവിടെ ഫുഡ് വിളമ്പുന്നത്. മട്ടൻ്റെ ബ്രെയിൻ, അതുപോലെ മട്ടൺ റോസ്റ്റ്, പിന്നെ മട്ടൺ കറി, അതുപോലെ മട്ടൻ്റെ എല്ല്, ഞള്ളി എന്ന് പറയും. ഇത്രയും ഐറ്റംസ് ആണ് ഇന്നിപ്പോൾ ഇവിടെ അവൈലബിൾ ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മട്ടൺ പെരട്ടില്ല, പിന്നെ പൊറോട്ട, ദോശ, ഒറട്ടി, ഇടിയപ്പം. അതിൽ പൊറോട്ടയാണ് ഇവിടെ ഏറ്റവും ഫേമസ് എങ്കിലും ഞാൻ ആദ്യം വാങ്ങിച്ചേക്കുന്നത് ഇടിയപ്പവും ഒറട്ടിയും, അതുപോലെ മട്ടൺ റോസ്റ്റ്, മട്ടൺ കറി, പിന്നെ മട്ടൺ ലിവർ റോസ്റ്റ്. ഇത്ര ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്. അപ്പം നമുക്ക് നേരെ ആദ്യം ഈ ചൂട് ഒറട്ടിയും കുറച്ച് മട്ടൺ കറിയും കൂടെ ചേർത്തിട്ട് കഴിക്കാം. നല്ല മണമാണ് കേട്ടോ. ഈ കറികളുടെ എല്ലാം ഒരു പ്രത്യേക മസാലയുടെ ആ ഒരു മണമാണ്. പിന്നെ മട്ടൺ പീസസ് ഒക്കെ കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ആ മണം പോലെ തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. ശരിക്കും ഈ ഒറട്ടിയുടെ കൂടെ ഏറ്റവും നല്ലത് ഇവരുടെ ആ ഒരു മട്ടൺ കറി തന്നെയാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. ആ പീസ് നമുക്ക് വെറുതെ എടുത്ത് വെച്ച് കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല. ഇനി ഞാൻ ഈ മട്ടൺ റോസ്റ്റ് ഒന്ന് കഴിക്കട്ടെ. ഇത് ഗംഭീര ഐറ്റമാണ് കേട്ടോ. ഇത് നല്ല രീതിയിൽ ആ മട്ടൺ പീസസ് ആ കറിയിൽ കിടന്ന് നല്ല സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഫ്ലേവറും എല്ലാ ടേസ്റ്റും എല്ലാം അതുപോലെയാണ് വരുന്നത്. എനിക്ക് ശരിക്കും ഇവിടുത്തെ മട്ടൺ കറിയേക്കാളും കൂടുതൽ ഇഷ്ടം ഇവിടുത്തെ മട്ടൺ ഈ പെരട്ട് അല്ലെങ്കിൽ മട്ടൺ റോസ്റ്റ് തന്നെയാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് ഇവരുടെ ആ ഒരു ലിവർ റോസ്റ്റും ഇടിയപ്പവും കൂടെ ഒന്ന് കഴിക്കാം. ലിവറും ഒക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. അതിൻ്റെയും ആ ഒരു മസാലയ്ക്ക് വേറൊരു ടേസ്റ്റ് ആണ്. നമുക്ക് ആ പെരട്ട് അല്ലെങ്കിൽ കറി കഴിച്ച പോലത്തെ ടേസ്റ്റ് അല്ല. ഇതിന്റെ മസാലയ്ക്ക് കുറച്ചും കൂടെ ഒരു വേറൊരു ഫ്ലേവറും ടേസ്റ്റും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പെരിഞ്ജീരകമൊക്കെയാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ മുന്നിലോട്ട് ഇതിന് നിൽക്കുന്നത്. ലിവർ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇവിടുത്തെ ഈ ഒരു ലിവർ റോസ്റ്റ് നല്ലൊരു ഐറ്റമാണ്. ചിക്കയ്ക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് മട്ടൺ പെരട്ട് തന്നെയാണ്. എനിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് മട്ടൺ പെരട്ടാണ്. ഇവിടുത്തെ മട്ടൺ ഫ്രൈ കിടിലം ഐറ്റമാണ്. പക്ഷേ ഇന്ന് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അത് തീർന്നു. ഇപ്പൊ ഇവരുടെ ആ ഒരു കട്ടൻ ചായയും, അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇവരുടെ നല്ല ചൂട് സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയും അതുപോലെ മട്ടൺ പെരട്ടുമാണ് ഇവരുടെ ഏറ്റവും ഭയങ്കര കോമ്പിനേഷൻ. അപ്പം പൊറോട്ടയും മട്ടൺ പെരട്ടും കഴിക്കാതെ എങ്ങനെയാന്ന് വെച്ചിട്ട് ഞാൻ ഒരു പൊറോട്ടയും കൂടെ വാങ്ങിയിട്ടുണ്ട്. ആ പൊറോട്ടയുടെ മുകളിലോട്ട് ഈ മട്ടൺ പെരട്ടെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ആ ഗ്രേവിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒന്നും പ്രത്യേകിച്ച് വാക്കുകളില്ല പറയാനായിട്ട്. വന്ന് കഴിച്ച് മനസ്സിലാക്കുക. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് ഇവരുടെ ചൂട് പൊറോട്ടയും അതുപോലെ ഈ മട്ടൺ പെരട്ടും. നിമിഷ നേരം കൊണ്ട് ഞാൻ ആ ഒരു പ്ലേറ്റ് മട്ടണും പൊറോട്ടയും കഴിച്ചു. നല്ല തൃപ്തികരമായിട്ടുള്ള ഒരു ഡിന്നർ തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ ആ ഒരു ചൂട് കട്ടൻ ചായയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഒരു ഫീല് കിട്ടും. ഈ കടയുടെ ഓണറുമായിട്ട് കുറച്ച് ഇവിടുത്തെ മട്ടൺ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഡിന്നർ, നല്ല അടിപൊളിയായിട്ട് മട്ടണും എല്ലാം കൂടെ ചേർത്തിട്ട് കഴിച്ചു.
അവിടെ ചിക്കൻ ഡിഷസ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മട്ടൺ വിഭവങ്ങൾ തന്നെയാണ്. പല തരത്തിലെ ഐറ്റംസ് അവൈലബിൾ ആണ്. അവിടുത്തെ താരം എന്ന് പറയുന്നത് അവരുടെ മട്ടൺ ഫ്രൈയും അതുപോലെ മട്ടൺ പെരട്ടും പൊറോട്ടയും കൂടെയാണ്. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഇന്ന് മട്ടൺ ഫ്രൈ കിട്ടിയില്ല. പക്ഷെ മട്ടൺ പെരട്ടും പൊറോട്ടയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ആ ഫുഡ് കഴിച്ചത്. നിങ്ങളും നല്ല രീതിയിൽ ഞങ്ങളുടെ വീഡിയോ എൻജോയ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമന്റ്സ് കൂടെ തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൊമിനിയോ ദീപക്സ് എന്ന ഞങ്ങളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഞങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡൊമിനിയോ ദീപക്സ് എന്നൊരു പേജ് ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ആ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.